നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ആധുനിക പ്രതിരോധ രംഗത്ത് ഡേറ്റയുടെ പ്രാധാന്യം ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല. യുദ്ധമുണ്ടാകുമ്പോഴും ഡാറ്റ തന്നെയാണ് തലച്ചോറ്. യുദ്ധ സാഹചര്യങ്ങളിൽ കൃത്യസമയത്ത് നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഇത്തരം ഡാറ്റ അഥവാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനാൽ ഈ രംഗത്ത് തങ്ങളുടെ മേൽക്കൈ ഉറപ്പിക്കുകയാണ് ഇന്ത്യ. യുദ്ധക്കളത്തിലെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കി ശത്രുവിൻ്റെ നീക്കങ്ങൾ നിഷ്പ്രഭമാക്കാനുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് രാജ്യമൊരുക്കുന്നത്. ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെ കാര്യക്ഷമതയും വിമാനങ്ങളുടെ വഴക്കവും ഒത്തുചേരുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകൾ അഥവാ ഹാപ്സ് എന്ന സ്ട്രാറ്റോസ്ഫെറിക് പ്ലാറ്റ്ഫോമുകളാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്നത്. പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാകുന്നതോടെ പ്രതിരോധ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കും. യുദ്ധസമയങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ യഥാസമയം ലഭിക്കാത്തത് സൈനിക നേതൃത്വത്തെ ചില ഘട്ടങ്ങളിൽ പ്രതിസന്ധിയിലാക്കാറുണ്ട്. ഈ അവ്യക്തത ഇല്ലാതാക്കിയാണ് ഹാപ്സിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ നിരീക്ഷണത്തിനായി സൈനിക ഉപഗ്രഹങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഉയർന്ന നിർമ്മാണ ചെലവ്, നിശ്ചിത ഭ്രമണപഥങ്ങളിൽ മാത്രം സഞ്ചരിക്കാനുള്ള പരിമിതി, ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങളോടുള്ള ദുർബലത എന്നിവ ഈ ഉപഗ്രഹങ്ങളുടെ പോരായ്മകളാണ്. ഇവിടെയാണ് ഹാപ്സ് ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടാകുന്നത്. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ആവശ്യാനുസരണം മാറ്റിയെടുക്കാനും പുതിയ ചുമതലകൾ ഏൽപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും. ഉപഗ്രഹങ്ങളെപ്പോലെ വീണ്ടും വരാനുള്ള സമയതാമസമില്ലാതെ ഒരു പ്രദേശത്ത് ആഴ്ചകളോളം തുടർച്ചയായ നിരീക്ഷണവും സാധ്യമാക്കുന്നു. സോളാർ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ഭാരം കുറഞ്ഞ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ തന്നെ പ്രവർത്തന ചെലവ് വളരെ കുറവാണ്. ഇവയെ തിരികെ ഇറക്കാനും നവീകരിക്കാനും സാധിക്കും. ഭൂമിയിൽ നിന്ന് ഏകദേശം 65,000 അടി ഉയരത്തിൽ പറക്കുന്നതിനാൽ ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങളും തത്സമയ വിവരങ്ങളും നൽകാനും ഇവയ്ക്ക് സാധിക്കും. ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് 500 കിലോമീറ്റർ ചുറ്റളവിൽ ആഴ്ചകളോളം തുടർച്ചയായ ഒപ്റ്റിക്കൽ, ഇൻഫ്രാറെഡ് സിഗ്നൽ ഇന്റലിജൻസ് നിരീക്ഷണം സാധ്യമാകും. DRDO, നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ്, മറ്റ് സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ സംയുക്തമായിട്ടാണ് ഈ പൈലറ്റ് ഇല്ലാ സംവിധാനം വികസിപ്പിക്കുന്നത്. വാണിജ്യ വിമാന സർവീസുകൾക്കും പ്രതികൂല കാലാവസ്ഥകൾക്കും വളരെ മുകളിലാണ് ഇവയുടെ പ്രവർത്തന മേഖല. -85°C വരെയുള്ള കൊടും തണുപ്പും കുറഞ്ഞ വായുമർദ്ദവും അതിജീവിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കൊടും തണുപ്പിൽ ലിഥിയം അയൺ ബാറ്ററികളുടെ പ്രവർത്തനക്ഷമത കുറയുമെന്ന പ്രതിസന്ധി മുന്നിലുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് NAL വികസിപ്പിച്ച ചെറിയ പരീക്ഷണ മാതൃക 25,000 അടി ഉയരത്തിൽ 11 മണിക്കൂറാണ് വിജയകരമായി പറന്നത്. പൂർണ്ണ സജ്ജമാകുന്ന ഹാപ്സിന്റെ ചിറകുകൾക്ക് 30 മീറ്ററിലധികം അളവുകൾ ഉണ്ടാകാമെങ്കിലും വെറും 150 കിലോഗ്രാം മാത്രമായിരിക്കും ഭാരം. ഇതോടെ സ്ട്രാറ്റോസ്ഫെറിക് സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും ഉയരും. 2025 മെയ്യിൽ DRDO 17 കിലോമീറ്റർ ഉയരത്തിലെത്തിയ സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം ഡെമോൺസ്ട്രേറ്റർ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇതിന്റെ പൂർണ്ണ സജ്ജമായ പറക്കൽ അടുത്ത വർഷം നടക്കും. ഫിക്സ്ഡ് വിംഗ് ഹാപ്സുകളേക്കാൾ കൂടുതൽ ഭാരമുള്ള റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും വഹിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ ജാഗ്രത ആവശ്യമുള്ള ഘട്ടത്തിൽ ഇന്ത്യക്ക് ഈ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ചൈനയുടെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും സൈനിക നീക്കങ്ങളും തത്സമയം നിരീക്ഷിക്കാൻ ഉപഗ്രഹങ്ങൾക്കായി കാത്തു നിൽക്കേണ്ടി വരില്ല. ഇനി പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും നിരന്തരം നിരീക്ഷണത്തിലാക്കാൻ ഇതിലൂടെ സാധിക്കും. ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമുദ്രപാതകളും ദ്വീപ് പ്രദേശങ്ങളും കാക്കാനും ഹാപ്സ് സഹായിക്കും. ദേശീയ സുരക്ഷയ്ക്ക് പുറമെ ദുരന്ത നിവാരണം, സമുദ്ര പഠനം, കാർഷിക നിരീക്ഷണം, വിദൂര പ്രദേശങ്ങളിലേക്കുള്ള മൊബൈൽ ആശയവിനിമയം എന്നിവയ്ക്കും ഈ സംവിധാനം ഉപയോഗിക്കാം. ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണത്തിന്റെ 3ാം ഘട്ടത്തിന് കീഴിൽ 27,000 കോടി രൂപ ചെലവിൽ 52 സൈനിക ഉപഗ്രഹങ്ങളുടെ ശൃംഖല 2029 വിന്യസിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനം ഇന്ത്യ ഒരുക്കുന്ന ഈ ഹാബ് സംവിധാനം തന്നെയായിരിക്കും. അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ ഈ രംഗത്ത് സജീവമായി രംഗത്തുള്ളത് എന്നതിനാൽ ഇന്ത്യയുടെ ഈ നേട്ടം എടുത്തു പറയാവുന്നത് കൂടിയാണ്.